ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നത് കൊണ്ടാണോ മുകളിൽ ഒരു പച്ച കുത്ത് കാണിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഇതുപോലുള്ള ഒരു ഗ്രീൻ ഡോട്ട് മുകളിൽ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ അഥവാ ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. നമ്മുടെ ഫോണ് സാധാരണ പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും മുകളിലായിട്ട്, ഫോണിന്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ നോക്കും, ഇവിടെ എവിടെയെങ്കിലും ഒരു പച്ച കുത്ത് കാണുന്നുണ്ടോ? ഒരു ഗ്രീൻ ഡോട്ട് എവിടെയെങ്കിലും കാണുന്നത്? എവിടെയും കാണുന്നില്ല അല്ലേ? അപ്പൊ ഞാൻ ലൈവായിട്ടാണ് കാണിക്കുന്നത്, അവിടെ നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇനി എന്റെ ഫോണിന്റെ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ ഡോട്ട് വരുന്നുണ്ടോ നിങ്ങൾ നോക്കി നോക്കാം. ഞാൻ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഒരു ഗ്രീൻ ഡോട്ട് കാണിക്കുന്നുണ്ട്. അത് സാധാരണ എല്ലാവരുടെയും ഫോണിൽ ഉണ്ടാവുന്നതാണ്. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത്, മൈക്ക് ഓൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു സിഗ്നൽ നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് ഒരു പ്രൈവസി ഒരു വാർണിംഗ് തന്നെയാണ്, നമ്മൾ ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് അതുപോലെ ഗ്രീൻ ഡോട്ട് വരുന്നുണ്ടോ നോക്കാം. ഇല്ലല്ലോ, ഇവിടെ ഗ്രീൻ ഡോട്ട് ഇല്ല. അപ്പൊ നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്ന സമയത്താണ് വരുന്നത്. ഇനി അല്ലാത്ത സമയങ്ങളിൽ എപ്പോഴാണ് വരിക എന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൂടി കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഞാൻ ഇതില് പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അതുപോലത്തെ പല ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതില് ഫോണിൽ നമുക്ക് സെറ്റിംഗ്സിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുകയാണ്. ആ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിംഗ്സിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആ സെറ്റിംഗ്സ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഫോണിന്റെ സെറ്റിംഗ്സിൽ കാണുന്ന ഈ പറഞ്ഞിരിക്കുന്ന ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ എല്ലാ ആപ്പുകളും കിടക്കുന്നത്. ആപ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആപ്പ് മാനേജ്മെന്റ് എല്ലാവരും ഇത് കൃത്യമായി കണ്ടതിന് ശേഷം ചെയ്യാം. ആപ്പ് മാനേജ്മെന്റ്, അതിൽ ഞാൻ ഒരു ആപ്ലിക്കേഷൻ കാണും. നിരവധി ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെയാണോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ അതൊക്കെ കാണിക്കും. ഞാനിവിടെ ഏറ്റവും മുകളിലുള്ള ഒരൊറ്റ ആപ്പ് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇവിടെ താഴേക്ക് കാണാൻ പെർമിഷൻസ് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ആ പെർമിഷനും ഓപ്പൺ ചെയ്യാണ്. ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷന് ഫോണിന്റെ ക്യാമറയുടെ ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉറപ്പായും മുകളിൽ ആ ഗ്രീൻ ഡോട്ട് കാണിക്കും. കാരണം ഇവിടെ ഞാൻ ഇതിന്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൽ ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ ഇവിടെ കണ്ടില്ലേ, ഡോണ്ട് അലൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ആപ്ലിക്കേഷൻസിന് പെർമിഷൻ ഒന്നും വേണ്ടാത്ത, ക്യാമറക്ക് ഒരു പെർമിഷനും ആവശ്യമില്ലാത്ത, ക്യാമറയെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ എന്ത് ചെയ്യുക, ഇതേപോലെ ആപ്പ് മാനേജ്മെന്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡോണ്ട് അലൗ ആക്കി കൊടുക്കുക. ഇനി എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡോണ്ട് അലൗവിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് വൈൽ യൂസിങ് ആപ്പ് എന്നുള്ളത്. ആപ്പ് ഉപയോഗിക്കേണ്ട സമയത്ത് മാത്രം നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ട് ആപ്പുകൾക്ക് ക്യാമറ പെർമിഷൻ കൊടുക്കുന്ന ഓപ്ഷനുണ്ട്. അത് എല്ലാ ആപ്ലിക്കേഷൻസിലും നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായി ഉപയോഗിക്കാം.